ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പം ഏട്ടൻ്റെ ഓഫിൻ്റെ ദിവസമാണിത്. അവിടെ കിടന്ന് ഉറങ്ങുകയല്ലല്ലോ, ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മളുടെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്യണു. പക്ഷെ ഇങ്ങനെ മാറിപ്പോയി ഇതുവരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താവുന്നൊന്നും അറിയാൻ പാടില്ല. നമ്മൾ നാട്ടിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമ്മുടെ മറ്റേ കനലൊക്കെ വെച്ചിട്ട്, പിന്നെ അവിടെ പപ്പ ഉണ്ടായിരുന്നു. പപ്പ ഉള്ളതുകൊണ്ട് പപ്പ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ഇതിപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ താഴത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ കടയിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. വാ. അപ്പോൾ നമ്മളിത് ഫ്രഷ് ചിക്കൻ ആണ്ടോ നമ്മൾ മേടിച്ച്, ഇതുപോലെ ഫ്രോസൺ ആയിട്ടുള്ളത് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്രഷ് ചിക്കൻ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കോഴി കഴിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും. അപ്പം നമ്മുടെ അടുത്ത് പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി മുതലായ എല്ലാ സാധനങ്ങളും തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടാണ് കേട്ടോ പോയത്. നമ്മൾ ചിക്കൻ മറ്റേ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യ സാധനങ്ങളും, പിന്നെ സവാള, ഇഞ്ചി, അങ്ങനെ അല്ലറ ചില്ലറ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളും, പിന്നെ പിറ്റേ ദിവസം രാവിലത്തേക്ക് നമ്മൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ദോശേൻ്റെയും ഇത് കാണുമ്പോൾ എന്താണോ എന്തോ, എൻ്റെ ഐഫോൺ ഇത് അപ്ഡേറ്റ് ചെയ്തേ പിന്നെ ഇത് ഇങ്ങനെയാണ്, ലൈറ്റ് കാണുമ്പോൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു. ഇന്നിപ്പോൾ ഞാൻ ഏട്ടനോട് അവൻ്റെ ഫോണും പേഴ്സൊക്കെ കൂടെ എൻ്റെ കയ്യിൽ തന്നു. അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ചുമ്മാ വീഡിയോസ് മാത്രം എടുത്തുകൊണ്ടിരുന്നു. ഏട്ടനാണ് എല്ലാം എടുക്കേണ്ടായിരുന്നത്. അപ്പം കുറേയൊന്നും മേടിച്ചല്ല. ഞാൻ എപ്പോഴും പറയണ പോലെ ഞാനിപ്പം അതത് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ പോയിട്ടാണ് മിക്കപ്പോഴും മേടിക്കാറുള്ളത്. അപ്പോൾ പിന്നെ നമ്മളിന്ന് വൈകുന്നേരം പുറത്തു പോകുന്നതുകൊണ്ട് പിന്നെ നാളെ രാവിലത്തേക്കും കൂടെ വേണ്ട സംഭവങ്ങൾ ഞാൻ വേഗം മേടിച്ചു. ദോശയ്ക്കുള്ള മാവൊക്കെ നമ്മളിതേ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അല്ല, വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കണു. അപ്പോൾ ഇനി ചെന്നിട്ട് നമുക്ക് മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിട്ട് ചെയ്യാം. വലിയ മസാലയൊന്നുമില്ല. മസാല പുരട്ടാനാ? അതങ്ങനെയൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. ചിലവർ കുറേ നേരം വെക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ മസാല പുരട്ടി വെച്ചിട്ട് നമ്മൾ പോവും, എന്നിട്ട് വന്നിട്ടായിരിക്കും കുക്ക് ചെയ്യേണ്ടാവുക. അപ്പം അത് സാഹചര്യം പോലെയൊക്കെ ചെയ്യും. നമ്മളുടെ ആര്യവേപ്പ് ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട്. എവിടെ നോക്കിയാലും കിട്ടുന്നൊരു സാധനമാണ് ആര്യവേപ്പ്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ എത്ര വെളിച്ചില്ലാമോ? നിങ്ങളുടെയൊക്കെ തിരികെ വെളിച്ചുണ്ടാവുള്ളൂ. തറയിൽ അയ്യോ, ഞാൻ പോട്ടെ. ഞാൻ ചെയ്ത് സഹായിക്കാം. അതല്ല, ഇത്രയുള്ള ചിക്കൻ. ഇതില് മസാലകളൊന്നും വേണ്ടേ? അതെന്തൊക്കെയാന്ന് പറയാൻ ഞാൻ സഹായിക്കാന്ന്. എന്താ വേണ്ടെന്ന് പറയാ. മൊത്തോ? ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം കൂടെ മിക്സിയിൽ അരക്കണം. കുറച്ച് മിക്സിയിൽ വെച്ചിട്ട് ഉപ്പ് ഇട്ട് ചിക്കൻ പറ്റി അരിച്ച് തക്കാളി കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഒന്ന് മസാല പുരട്ടി വെക്കിട്ടുണ്ട്. എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് ബസ്സും വെള്ളമൊന്നും കറക്റ്റ് ടൈമിൽ ഇല്ലാത്തതുകൊണ്ട് 4:50 ഷോ. 3 മണി എനിക്ക് പോകണം. അരമണിക്കൂർ പോലും ദൂരമില്ല. ക്യാബ് കിട്ടാനും പാടായിരിക്കും. പിന്നെ ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പം ഇച്ചിരി നേരത്തെ ചെന്നാലും ചുമ്മാ കറങ്ങാലോ. അപ്പം ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ. നമ്മളുടെ മസാല നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട സവാള, ഇഞ്ചി, സവാളയല്ല, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മുടെ മല്ലിയില, അത് മാറ്റി വെക്കാം. പിന്നെ ചിക്കൻ വറക്കാൻ എന്തെങ്കിലും എടുക്കാമല്ലോ. അപ്പം നമ്മൾ മസാല ഇത് ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ മസാല ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ചിക്കൻ വെക്കുമ്പോൾ നമുക്ക് സാധാ ഈ മസാല പുരട്ടിട്ട് വറക്കാല വേണമെങ്കിൽ. പക്ഷെ വെള്ളം കൂടിപ്പോയി തോന്നുന്നു, തൈര് കൂടി തോന്നുന്നുണ്ട്.
ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാൻ കാണാൻ പോണല്ലോ. അയ്യോ അയ്യോ. അപ്പം ഇതേ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചു. നമ്മൾ തൈരിൻ്റെ അളവ് കൂടിപ്പോയതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടിപ്പോയിട്ടും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കണേ. അപ്പം നമ്മളത് പുരട്ടി വെക്കുകയാണ്. നമുക്കിത് അത്യാവശ്യം മസാല കൂടി, അത് വേറൊന്നുമല്ല, നമ്മളുടെ തൈരിട്ട് നമ്മൾ കൂടിപ്പോയി, അതുകൊണ്ടാണ്. ഇത് അടുത്തോണ്ട് ചെയ്യാം. അപ്പൊ ഈ സംഭവം വേറെ എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കട്ടെ. വേറൊന്നുമല്ല, ഞാനതെടുത്ത് കുടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇച്ചിരി മസാല അവൻ്റെ ഫോണിലേക്ക് വീണു. അത് സ്വന്തം കയ്യിൽ നിന്ന് സ്വന്തം ഫോൺ നിലത്ത് വീണ് കഴിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് സ്വന്തം ഫോൺ നിലത്ത് വീണാൽ പ്രശ്നമല്ലേ. അപ്പം ഇപ്പം സമയം എന്തോ 2:30 ആയി തോന്നുന്നു. 3:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങാന്നാണ് പറഞ്ഞത്. അപ്പം മസാല പുരട്ടിയിട്ട് അവിടെ വെക്കുക. പിന്നെ സിനിമ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് 4:55 ഷോ തോന്നുന്നു. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഏട്ടൻ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ മൊത്തം അലങ്കോലമായിരിക്കും. ഞാൻ എപ്പോഴും എന്തെടുത്താലും സോറിയിട്ട് ഇവിടെ തണുപ്പായതുകൊണ്ട് ചുമയൊക്കെ തുടങ്ങിയതാണ്. ഞാൻ എന്തെടുത്താലും അപ്പം തന്നെ കഴുകി വയ്ക്കും. എനിക്ക് കൂട്ടിയിടണ ഇഷ്ടമല്ല. ഏട്ടനാണെങ്കിൽ അങ്ങനെ അത് കൂട്ടിയിട്ട് അവിടെ ഇരുന്ന് ചെയ്യാതെ എന്തോ ഇങ്ങനെ ചിരിക്കണതുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പം തന്നെ വേഗം ക്ലീൻ ചെയ്തു. പിന്നെ നമുക്ക് നേരത്തെ ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ബസ്സും ക്യാബൊക്കെ ആണെങ്കിലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ നേരത്തെ ഇറങ്ങിയാലാണ് അവിടെ ആ സമയത്ത് എത്തുള്ളൂ. പിന്നെ കുറച്ച് ദൂരെയായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ കമ്പനി വണ്ടിയിൽ പോകാമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഡ്രാഗൺ മാർട്ടിൽ പോയിട്ടില്ല. ഡ്രാഗൺ മാർട്ടിൽ കമ്പനി വണ്ടി നിർത്തൂല. അവരുടെ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഹോട്ടലിൻ്റെ അവിടെ നിർത്തുള്ളൂ. അപ്പം എന്തായാലും ഇന്നിങ്ങനെ പോട്ടെ എന്ന് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെഡി ആവണമെന്നൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം നമ്മൾ ഒരു 3:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. പുതിയതൊന്നുമല്ല, നാട്ടിൽ 1-2 തവണ എടുത്തിട്ടുള്ളൂ. ഇത് മിന്ത്രയിൽ നിന്നും എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ പോവാണ്. ഞാൻ പിന്നെ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടത് പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പാണ്, കൂടാതെ തിയേറ്ററിലും തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ടാക്സി കിട്ടുമെന്ന് അറിയില്ല, ചിലപ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. ബസ് പിന്നെ പ്രതീക്ഷയില്ല. നീ കാർഡ് എടുത്തിട്ടുണ്ടോ ബസ്സിൻ്റെ? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തായാലും കുറച്ച് നേരം. ഇവിടെ ഈ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഈ ഒരു സംഭവം മാത്രമാണ്. അപ്പം എന്തായാലും നോക്കാം കുറച്ച് നേരം. നമുക്ക് വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല ചൂടായിരിക്കും. നമ്മളവിടെ കുറച്ച് നേരം നിന്നു. ഫ്രണ്ടിലോട്ട് നടന്നൊക്കെ നോക്കിയിട്ടും ബസ്സില്ല, ക്യാബ് പോലും വരണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇക്ക കണ്ടിട്ട് നമ്മൾ മലയാളികളാണെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ആ ഇക്ക അതിൻ്റെ അവിടെ നിർത്തിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ അതൊക്കെ വീഡിയോ എടുക്കാറുന്നില്ല എന്നൊക്കെ ചോദിച്ച് എനിക്ക് പിന്നെ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ വേറൊരാളുടെ മുന്നേ അങ്ങോട്ടൊക്കെ എനിക്ക് ഇച്ചിരി ചളിപ്പാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ചളിപ്പൊക്കെ മാറ്റണം. പക്ഷേ ഏട്ടൻ പറഞ്ഞ കണ്ടന്റ് കറക്റ്റ് ആയിരുന്നു. ഒരാൾ നമ്മുടെ അടുത്ത് വന്നു, പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് വരണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഒരു സഹായ ചേട്ടൻ ചെയ്തതാണ്, പൈസയൊന്നും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ എന്തോ ദൈവത്തിൻ്റെ ദൂതനെ പോലെ ആ ചേട്ടൻ വന്ന് നമുക്ക് ലിഫ്റ്റ് തന്നുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തി. കറക്റ്റല്ല, ഒരു 4:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ ഡ്രാഗൺ മാർട്ടിൽ എത്തിയിട്ട് ഒരു തീരെ തിരക്ക് കുറവുള്ള ഒരു ഏരിയ ആണ്. ഇവിടെയെങ്ങും ഇതിൻ്റെ ഉള്ളിലും ആരും ഉണ്ടായിരുന്നില്ല. നല്ലൊരു വണ്ടി കിട്ടാൻ നടക്കുന്നതും പിന്നെ നീ ഇങ്ങനെ ചിന്തിച്ചോ? നല്ല കാര്യം പറയാൻ തലയിൽ പിടിക്കരുത്. അത് നടക്കുന്ന ഈ പുള്ളിക്കാരൻ വണ്ടി ഒന്ന് സംസാരിക്കും, ജസ്റ്റ് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ താങ്ക്സ്. പുള്ളിയുടെ വീട് ചൂടാണ്, പുള്ളിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മോൻ കവർ ചെയ്യാം നമുക്ക്. അത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞങ്ങൾക്ക് ടാക്സി കിട്ടിയില്ല. അപ്പോൾ ഒരു ചേട്ടനെ ലിഫ്റ്റ് അടിച്ചേ. അതൊക്കെ വീഡിയോ എടുക്കാറുന്നില്ലെന്നാണ് ചോദിക്കണത്. മൊത്തം വീഡിയോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കിട്ടും. അവിടെ നല്ല ആൾക്കാരുള്ളത് നല്ലൊരിക്കാട്ടോ. ഞാൻ അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് അങ്ങനത്തെ ഉള്ളവരെ ചിലപ്പോൾ എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ശരിയായിരുന്നു, എടുക്കായിരുന്നു. കഷ്ടങ്ങളൊന്നും കാണിക്കാതെ ഇതിന്റെ അകത്ത് മാത്രം
ഞങ്ങൾ സിനിമക്ക് ആദ്യം സീറ്റ് കിട്ടുമോ നോക്കട്ടെ. ആരുമില്ലാന്ന് ഞങ്ങൾ മാത്രമേ പോകുന്നു. ആണോ? എല്ലാം ഫുള്ളാന്ന്. അപ്പൊ നമുക്കില്ലേ ഇതെല്ലാം അല്ല സെലക്ട് മഞ്ഞാണ്. ഞാൻ ഈ സെറ്റപ്പ് ആദ്യമായിട്ടാണ് അത് ചെയ്തിട്ടില്ല. എപ്പോഴും ബുക്ക് ചെയ്തിട്ട് വരണോണ്ട് ഇങ്ങനത്തെ സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടില്ല. ബുക്ക് ചെയ്യെന്താ വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ട്. അതേ നോക്കി ബാക്കോട്ട് ലൈറ്റ് കാണിക്കും. ഒരു മനുഷ്യനില്ല, ഞങ്ങൾ മാത്രം. ഫോണില് ടോർച്ച് അടിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കണത്. അപ്പൊ പൈസ തിരിച്ചു തരൂലേ? ആരും ഇല്ലാത്തതുകൊണ്ട് ഷോ ക്യാൻസൽ ചെയ്യുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കറക്റ്റ് 4:55 കഴിയുമ്പോൾ അവർ പടം വിട്ടു കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ ഇരുന്ന് കണ്ട സിനിമ. നിന്റെ തല കാണുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മാത്രം. പിന്നെ സിനിമയൊക്കെ കഴിഞ്ഞ് വാഷ്റൂമിൽ പോയപ്പോൾ അവിടെ ആരുമില്ല. അപ്പം എൻ്റെ പട്ടിഷോ നിരന്ന് കണ്ണാടി നിൽക്കണു. അവിടെ മൊത്തം അങ്ങനെ നിന്ന് ഫോട്ടോ എടുത്ത്. അപ്പം നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. നല്ല സിനിമയായിരുന്നു. ഇനി ചുമ്മാ എന്തായാലും വന്നതല്ലേ, ഇനി വരവൊന്നും ഉണ്ടാവില്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുമ്മാ കറങ്ങി ചെറിയൊരു സ്വെറ്റർ കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിക്കണം എന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കാം. നമ്മുടെ നാട്ടിൽ ഏതെടുത്താലും 10 രൂപ എന്നൊക്കെ പറയണ പോലെ ഇവിടെ ഏതെടുത്താലും 3 ദിർഹംസ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ബുഷും ഒരു ലിപ് ലൈനറും കൂടെ മേടിച്ച്. വേറെ ഒന്നും മേടിച്ചില്ല. സ്വെറ്ററൊക്കെ നമുക്ക് പറ്റണതൊന്നും കിട്ടിയില്ല. ചുമ്മാ TV ഒക്കെ നോക്കി. വിലയുണ്ട്, ഇനി പയ്യെ നോക്കണം. വില വലിയ വിലയെന്നല്ല കേട്ടോ, ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. അപ്പം ഇനിയൊന്നുമില്ല. ഇനി നമ്മൾ വീട്ടിൽ പോകണു. വീട്ടിൽ പോയിട്ട് നമ്മൾക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യണം. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര തലവേദന. അപ്പം ഞങ്ങൾ ഓർത്തൊരു ചായ ഉണ്ടാക്കി കുടിക്കാം. എന്തായാലും ഗ്രില്ലാവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോഴത്തേക്കും ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെങ്ങാനും ഫ്ലോപ്പായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നപ്പം ബ്രെഡും കോൺഫ്ലോറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഇനി ഗ്രില്ല് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ മുക്കി വറക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പം അങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കണു. ഇതെല്ലാം ഏട്ടൻ്റെ പണിയാണ് കേട്ടോ, മറ്റേ ഗ്രില്ല് ചെയ്യണത്. അതെനിക്ക് താഴത്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഏട്ടനില്ലെങ്കിൽ എനിക്കത് ചെയ്യാനും അറിയില്ല. എനിക്ക് പേടിയാണ് അങ്ങനെ ഈ തീൻ്റെ ഇതൊക്കെ. അപ്പോൾ ഏട്ടൻ തന്നെ എല്ലാം സെറ്റ് ചെയ്തു. ഏട്ടനും ആദ്യമായിട്ടാണ് യൂട്യൂബൊക്കെ നോക്കിയിട്ട് അങ്ങനെ നമ്മൾ ഒരു ചേച്ചി ഡീറ്റെയിലായിട്ട് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ അങ്ങനെ തൂത്ത് കൊടുക്കണ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ സ്പൂൺ വെച്ച് പിന്നെ കൈ വെച്ചിരിക്കുകയാണ് കേട്ടോ ആ സ്റ്റീലിൻ്റെ സാധനത്തുമ്പോൾ വെളിച്ചെണ്ണ തൂത്തത്. ബട്ടർ തൂക്കാന്ന് പറഞ്ഞുകൊണ്ട് ബട്ടർ പുറത്തെടുത്തു. പക്ഷെ നമ്മൾ അപ്പം തന്നെ എടുത്തുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടിരിക്കുകയുള്ളൂ, മെൽറ്റ് ആയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം അങ്ങനെ അതിൻ്റെ പണിയാണ്. ഞാനിവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. പകുതി വെച്ച് തിരിച്ചിടൂലേ, അപ്പം ആ മസാല ഒന്നും കൂടെ അതിൻ്റെ മേലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇടണമല്ലോ. പക്ഷെ ആ മസാലയ്ക്ക് വെള്ളം ഇടാറില്ലായിരുന്നു, എനിക്ക് കിടുവായിരുന്നു. ചൂടാവണ്ട.
വെച്ച് പിടിക്കും, തുണി കൈ വെച്ച്. നമ്മള് സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് വെക്കണേ, അതുകൊണ്ട് എങ്ങനെയാവും അറിയില്ല. അത് ആ പെണ്ണൊരു സൂത്രം പറഞ്ഞു തന്നില്ലേ, അത് കെട്ടു പോകുന്നുള്ളതുകൊണ്ടാ. നമ്മൾ ഇടയ്ക്ക് നോക്കിയാൽ മതി തീ കെട്ടു പോകണ്ടോന്നും. നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് നമുക്ക് അറിയില്ല. നോക്കെന്തായാലും നമ്മളെന്തായാലും ചായയും കൂടെ തിളപ്പിച്ചിട്ടുണ്ടെന്ന് ചായയൊക്കെ കുടിക്കട്ടെ, അപ്പോഴത്തേക്ക് സെറ്റ് ആവുമെന്ന് വിചാരിക്കണം. 15 മിനിറ്റാണ് നമ്മൾ ചെയ്തത്, കുക്കായിട്ടില്ല. ഒരു 10 മിനിറ്റ് കൂടി ഇട്ട് നോക്കാം, ആവുമെന്നറിയില്ല. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇടും, നോക്കാം. ഞങ്ങൾ ആദ്യമായിട്ടായതുകൊണ്ട് ഈ ഒരു ഇരിപ്പ് ഇതിങ്ങനെ ഇരിക്കാൻ നോക്കി 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 നോക്കി. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് സംഭവം ചെയ്തു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിന് മേലെ ഒരു സൈഡ്, മറ്റു സൈഡ് അരമണിക്കൂറിന് മേലെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു നമ്മുടെ മല്ലിയിലയുടെ മല്ലിയിലയുടെ ചട്നി ഉണ്ടാക്കിയില്ല, മയോണൈസ് നമ്മൾ ഉണ്ടാക്കി. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ആ പാത്രത്തിൽ ഇരിക്കേണ്ടത് നമ്മളുടെ ഈ ഒരു ഗ്രേവി തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഇച്ചിരി ബട്ടറൊക്കെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്തു, ജസ്റ്റ് ഒരു ക്രീം പോലെ. സക്സസ്ഫുള്ളി നമ്മൾ ചിക്കൻ ഗ്രിൽ ചെയ്തിരിക്കുകയാണ്. എന്തേ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നണേ. കഴിച്ചു നോക്കിയില്ല കേട്ടാ, ഇങ്ങനെ ലുക്ക് വൈസ് ഓക്കെയാണ്. ഇനി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഇപ്പം കൊള്ളൂല്ലെങ്കിൽ ഞാൻ കൊള്ളുന്ന അല്ല, ശരി നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. അത് വേറെ കാര്യം. നിന്നെ പിടിക്കുന്ന അപ്പൊ നമുക്കിനി കഴിക്കാം. അപ്പോൾ എന്തായാലും സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഗ്രേവി കുറച്ച് വെള്ളം ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമായിരുന്നു. കുറച്ചും കൂടെ തിക്കായിരുന്നെങ്കിൽ നന്നായിട്ട് മസാല അതിൽ പിടിച്ചതിന് ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കഴിക്കാനാണല്ലോ, ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കണേ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം എന്തൊക്കെയോ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഒരു ഓഫ് ഡേ. എൻ്റെ അല്ല, ഏട്ടൻ്റെ ഓഫ് ഡേ ഞങ്ങൾ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത്രയ്ക്കും ടാറ്റാ, ബൈ ബൈ.